ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിൽ ജില്ലാ കലോത്സവം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടത്തേക്ക് പോയി കേട്ടോ. പോയത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ യൂടെക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. യൂടെക്കും മലയാള മനോരമ പത്രവും കൂടി ചേർന്നിട്ട് ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാനും പിന്നെ മറ്റ് പരിപാടികളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാനും അങ്ങനെയായിട്ടൊക്കെയാണ് നമ്മൾ പോയതേ. ഈ കാണുന്നത് എൻ്റെ കൂടെ പഠിക്കുന്ന ഹെബ ചേച്ചി രേണുകയാണ് കേട്ടോ. നമ്മുടെ യൂട്ടക്കാർ ഒട്ടനവധി മത്സരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത് അടിക്കുറിപ്പ് മത്സരം. അതായത് സ്പോട്ടിൽ അവിടെ കാണുന്നൊരു ഫോട്ടോ എടുത്തിട്ട് അവർ പിൻ ചെയ്ത് വയ്ക്കും. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് അതിന് അടിക്കുറിപ്പ് എഴുതി അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലിടണം. അതല്ലാണ്ട് വേറൊരു മത്സരം വെച്ചിരുന്നതെന്ന് വെച്ചാൽ അവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു കൊച്ചിൻ്റെ ഫോട്ടോ റാൻഡമായിട്ട് അവരെടുക്കും. എടുത്തിട്ട് ആ ഫോട്ടോയിലുള്ള കുട്ടി വരുവാണെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ ഡ്രസ് കളർ അവിടെ ഒരു കളർ സെലക്ട് ചെയ്യും. ആ കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നവർക്ക് വൈകിട്ട് 4:30 അതിൻ്റെ ഒരു ഗിഫ്റ്റും കൊടുക്കും. പിന്നെ പല വേദികളിലായിട്ട് പല പല പ്രോഗ്രാമുകൾ നടന്നായിരുന്നു. ഞങ്ങളതെല്ലാം നടന്ന് കണ്ടായിരുന്നു. പിന്നെ അടുത്ത് തന്നെ ഹരിതകർമ്മസേനയുടെ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ചെറിയ മത്സരമൊക്കെ നടത്തി. അതിൽ ഞാൻ പങ്കെടുത്ത് എനിക്കൊരു പെൻസിലൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ യൂടെക്കിൽ ചേരാൻ കാരണം എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് യൂടെക്കിൽ പോയത്. ഞാൻ TTC സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് ടീച്ചിങ് ഫീൽഡിലോട്ട് വരാൻ ആദ്യം താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് പോയത്. പക്ഷേ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒന്നും പറയാനില്ല. കാര്യം അത്രയ്ക്ക് നല്ല സപ്പോർട്ടും അത്രയ്ക്ക് നമ്മൾ ബാക്കിൽ നിൽക്കുന്ന കുട്ടികളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ അത്രയും നമുക്ക് അവർ പ്രോത്സാഹനം തരും. പിന്നെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ അവിടെ നടത്തും. നമുക്ക് അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ, സ്റ്റേജ് ഫെയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് മാറി. എനിക്ക് ഒരുപാട് മാറ്റം അവിടെ പഠിക്കാൻ വന്നതിന് ശേഷം ഉണ്ടായി. പിന്നെ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ എക്സ്പെഷ്യലി പറയാനുള്ളത് നമ്മുടെ ക്ലാസ് ടീച്ചർ ആശ ടീച്ചർ. എല്ലായിടത്തും നല്ല കട്ട കമ്പനിയാണ്. അപ്പോൾ നമുക്ക് അവിടെ പുതിയതായിട്ട് വന്നെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സിന് ചേർന്നെന്നോ ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല. അത്രയ്ക്കും നല്ല ഫ്രണ്ട്സും അത്രയ്ക്കും നല്ല സ്ഥാപനമാണ് യൂടെക്ക്. അവിടെ ഒട്ടനവധി കോഴ്സുകളുണ്ട്. അതിലൊരു കോഴ്സ് മാത്രമാണ് ഈ മോണ്ടിസോറി TTC. പിന്നെ ഒരുപാട് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വരാൻ കേട്ടോ. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കുറേ പേരും ചോദിക്കുന്നുണ്ട് എന്താണ് യൂടെക്ക് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ആർട്ടിക്കലിൽ ബെസ്റ്റ് ഒരു സ്ഥാപനം നോക്കിയപ്പോൾ യൂടെക്കാണ് അന്ന് റേറ്റിങ്ങിൽ നിന്ന് അങ്ങനെ പോയതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിലും ഞാൻ പഠിച്ചിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും നല്ലൊരു സ്ഥാപനമായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് ചേരും കേട്ടോ.